بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. ഏറെ ബഹുമാനമുള്ള ഇസ്ലാഹി സെൻറ്റർ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രവർത്തനത്തെ അല്ലാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടി ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ സന്തോഷമുണ്ടാക്കുന്ന ദിനരാത്രങ്ങളായ വിശുദ്ധ റമദാൻ നമ്മോട് വളരെ അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞാൽ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു റമദാൻ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചില കാര്യങ്ങളും ആ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ
നമ്മൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കുവാനും പറ്റിയ ചില കാര്യങ്ങളാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്താണ്, അവൻ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടികളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവൻ പ്രത്യേകമായി ഇഖ്തിയാർ ചെയ്ത് തിരഞ്ഞെടുക്കും. അമ്പിയാക്കന്മാരിൽ നിന്ന്, ലക്ഷക്കണക്കിന് നബിമാരിൽ നിന്ന് 5 ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ അള്ളാഹു തിരഞ്ഞെടുത്തു. ആ 5 ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരിൽ നിന്ന് 2 ഖലീലുകളെ അള്ളാഹു തിരഞ്ഞെടുത്തു. ആ 2 ഖലീലുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരഞ്ഞെടുത്തു. ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് പള്ളികൾ. ആ പള്ളികളിൽ 3 പള്ളികളെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു. അതിൽ മസ്ജിദുൽ ഹറാമും കഅബക്കും പ്രത്യേകമായ പരിഗണന അള്ളാഹു നൽകി. എല്ലാം അള്ളാഹുവിൻ്റേത് തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾക്കുള്ള മഹത്വം കൂടുമ്പോൾ അള്ളാഹു അത് പ്രത്യേകമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. എത്രത്തോളം ചോദിച്ചാൽ നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയല്ല, കലാമാണ്, സിഫത്താണ്. എങ്കിൽ തന്നെയും അതിൽ എല്ലാ ആയത്തുകളും ഒരുപോലെയല്ല എന്ന് നമുക്കറിയാം. ആയത്തുൽ കുർസിയിന് മറ്റു ആയത്തുകളേക്കാൾ മഹത്വമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മഹത്വമുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസിന് മഹത്വമുണ്ട്. ഇതൊന്നും മറ്റു സൂറത്തുകൾക്കില്ലാത്ത ചില പ്രത്യേകത. എല്ലാം ഖുർആൻ തന്നെയാണ്. എങ്കിലും ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും ദാലിക ദീനുൽ ഖയ്യിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽക്കു തന്നെ മാസങ്ങൾ 12 ആണ്. അതിൽ 4 മാസങ്ങൾ പവിത്രമായി അള്ളാഹു തിരഞ്ഞെടുത്തു, അഷ്ഹറുൽ ഹുറും. അതിൽ യുദ്ധങ്ങളും മറ്റുമൊന്നും പാടില്ല, അക്രമം പ്രവർത്തിക്കാൻ പാടില്ല. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസത്തിൽ അള്ളാഹു റമളാനിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ 4 മാസങ്ങളെക്കാൾ പ്രത്യേകമായ ചില കാര്യങ്ങൾ റമളാനിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ആ 4 മാസങ്ങളിൽ പാടില്ലാത്ത ചില കാര്യങ്ങൾ റമളാനിൽ ചെയ്യാൻ നമുക്ക് അനുവാദവുമുണ്ട്. ആ 4 മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒത്താൽ നമുക്ക് യുദ്ധം നിർവഹിക്കാം. യുദ്ധം നടന്നിട്ടുണ്ട്. ബദർ യുദ്ധം നടന്നത് റമളാനാണെന്ന് നമുക്കറിയാം. അപ്പോൾ റമളാൻ മാസത്തിന് ചില പ്രത്യേകതകളും അതുപോലെ തന്നെ ആദരവുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും മഹത്തായ ഫള് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ റമളാൻ മാസത്തിലാണ് അവതരിച്ചത് എന്ന് തന്നെയാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമളാനിൻ്റെ പകലിൽ അല്ല വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഖദറിൻ്റെ രാത്രി അഥവാ അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് ഖുർആൻ അവതരിച്ചത്. എന്തുകൊണ്ട് പകലിൽ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ഉണ്ടായില്ല? പണ്ഡിതന്മാർ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന നൂർ, പ്രകാശം എന്നാണ്. ഒരു പ്രകാശം നമുക്ക് ഏറെ ആവശ്യമായി വരുന്നത് രാത്രിയിലാണ്, പകലിനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗമെന്ന് പറയപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുന്ന ആ കാലഘട്ടത്തിന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച പേര് ഇരുണ്ട യുഗമെന്നാണ്. ആ ഇരുണ്ട യുഗത്തിലെ ഒരു ഇരുണ്ട രാത്രിയിൽ ആണ് വിശുദ്ധ ഖുർആനിനെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അവതരണം ഏത് രീതിയിലാണ്, അഥവാ ബൈത്തുൽ ഇസ്സയിലേക്ക്, 1-ാം ആകാശത്തിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചതാണോ,
അതല്ല, അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ ആദ്യമായിക്കൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് അവതരിച്ച് കിട്ടിയതാണോ? പണ്ഡിതന്മാർക്കിടയിൽ സഹാബത്തിൻ്റെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലാണ് എന്നത് തർക്കമില്ല. ഇനി വിശുദ്ധ ഖുർആൻ മാത്രമല്ല, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കപ്പെട്ടത് റമദാനിൽ തന്നെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഉൻസിലത്ത് സുഹ്ഫ് ഇബ്രാഹിം ഫി അവ്വലി ലൈലത്തിൻ മിൻ റമദാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിപ്പിക്കപ്പെട്ട സുഹ്ഫ് ഇബ്രാഹിം റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രിയിലാണ്. അവിടെയും രാത്രിയാണ്. ഒന്നാമത്തെ രാത്രിയിലാണ് ഇബ്രാഹിം നബിയുടെ സുഹ്ഫ് അവതരിപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഉൻസിലത്തി തൗറാത്തു ലിസിത്തി മദീന മിൻ റമദാൻ. റമദാനിലെ 6ാമത്തെ രാത്രി, 6 രാത്രിയിൽ കഴിഞ്ഞതിന് ശേഷമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് അവതരിച്ചു കൊടുത്തത്. വൽ ഇൻജീൽ ലിസലാസി അശറത്ത ഖലത്ത് മിൻ റമദാൻ. ഇൻജീലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത റമദാനിലെ 13ാമത്തെ രാത്രിയിലാണ്, അത് കഴിഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ വഉൻസിലൽ ഖുർആനു ലി 24 മിൻ റമദാൻ. റമദാനിലെ 24ാമത്തെ രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ഇത് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സിൽസിലത്തു സഹീഹയിൽ 1575ാമത്തെ ഹദീസായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഖുർആൻ മാത്രമല്ല, ലോകത്ത് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം റമദാനിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ റമദാനിലുള്ള മഹത്വം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, റമദാൻ മാസത്തിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള പല മാർഗങ്ങളും നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ ഒരു സുന്നത്ത് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് അള്ളാഹു താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തുകയും അതിനേക്കാൾ നല്ലത് പരലോകത്തിൽ അള്ളാഹു സംവിധാനിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംവിധാനം അള്ളാഹു ഇവിടെ ഏർപ്പെടുത്തുക. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, വിശുദ്ധ അള്ളാഹുവിൻ്റെ ഖുർആനിൽ കാണാൻ കഴിയും, നിങ്ങൾ ദുനിയാവിൽ ഇന്നമൽ ഖംറു വൽ മൈസിർ, കള്ളും അതുപോലെ തന്നെ ചൂതാട്ടും ഇതുപോലത്തെ ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല ദുനിയാവിൽ എന്ന് പറഞ്ഞു. എന്നാൽ അതേ വിശുദ്ധ ഖുർആനിൽ തന്നെ വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗം പരിചയപ്പെടുത്തിയപ്പോൾ സൂറത്ത് മുഹമ്മദിൽ കാണാം, ആ സ്വർഗത്തിൽ 4 നദികളെ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ ഒരു നദി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കള്ളിൻ്റെ നദിയുണ്ട് എന്നാണ് സൂറത്ത് മുഹമ്മദിൽ കാണാം. അപ്പോൾ ദുനിയാവിൽ കള്ള് കുടിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞു വെച്ചത് എന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിലെ കള്ള് നിങ്ങൾക്ക് തരാൻ വേണ്ടി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ശരിബൽ ഖംറ ഫി ദുനിയ സുമ്മ ലം യതുബ് മിൻഹ. ആരെങ്കിലും ദുനിയാവിൽ കള്ള് കുടിച്ചു എന്നിട്ട് ആ കള്ളിൽ നിന്ന് അതിൽ നിന്ന് അവൻ തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ ഹറുമഹ ഫിൽ ആഖിറ, അല്ലെങ്കിൽ ഹരിമഹ ഫിൽ ആഖിറ, അത് പരലോകത്ത് അവൻ ഹറാമാക്കപ്പെടും. അപ്പോൾ ആ കള്ള് ലഭിക്കണമെങ്കിൽ ദുനിയാവിൽ കള്ള് മദ്യപിക്കാൻ പാടില്ല. ഇതേപോലെ ദുനിയാവിൽ താൽക്കാലികമായി ചില ഭക്ഷണപാനീയങ്ങൾ നമ്മൾ ഒഴിവാക്കണം. എന്തിനു വേണ്ടി? നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, രുചിച്ചിട്ടില്ലാത്ത, ആസ്വദിച്ചിട്ടില്ലാത്ത ഭക്ഷണപാനീയങ്ങളും അതേപോലെയുള്ള മറ്റു ആസ്വാദ്യക വസ്തുക്കളുമെല്ലാം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ താൽക്കാലികം അള്ളാഹ് പറഞ്ഞിട്ടുള്ള ഈ കാര്യം നമ്മൾ ചെയ്തേ മതിയാകൂ. അപ്പോൾ അള്ളാഹു നമ്മെ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ അല്ല. വിശുദ്ധ ഖുർആൻ നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരിക്കലും അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, യാത്രക്കാരായ ആളുകൾക്ക് നോമ്പിൽ ഇളവുണ്ട്, രോഗികളായ ആളുകൾക്ക് നോമ്പിൽ ഇളവുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയാൽ മതി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ നോമ്പിലുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഒരു രാവിലെ മുതൽ മറ്റേ രാവിലെ വരെ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ
അതല്ലെങ്കിൽ അത്താഴം കഴിക്കാതെയാണ് നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ യാത്രക്കാരായ ആളുകൾക്ക് നോമ്പിൽ ഒരു ഇളവുമില്ല, രോഗികളായ ആളുകൾക്ക് നോമ്പിൽ ഒരു ഇളവുമില്ല എന്നതാണ് നിയമമെങ്കിൽ അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുമായിരുന്നു. പക്ഷേ അള്ളാഹു യുരീദുല്ലാഹു ബിക്കുമിൽ യുസ്റ വലാ യുരീദു ബിക്കുമിൽ ഉസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ നോമ്പെന്ന് പറഞ്ഞാൽ വളരെ ലളിതമായൊരു ഇബാദത്താണ്. അതൊരു പ്രയാസകരമായ ഇബാദത്തായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ഇനി സഹോദരന്മാരെ, എന്താണ് നോമ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പല ആളുകളും നമുക്കറിയാം, നാട്ടിലൊക്കെ റമദാൻ വന്നു കഴിഞ്ഞാൽ പത്രങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ രാമൻകുട്ടി മാഷ് വ്രതത്തിലാണ്, അല്ലെങ്കിൽ ലക്ഷ്മുട്ടി അമ്മ വ്രതത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങൾ പെട്ടിക്കോളത്തിൽ വാർത്ത വരാറുണ്ട്. യഥാർത്ഥത്തിൽ അവർ അവരുടെ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ പുഷ്ടിയും അല്ലെങ്കിൽ ആരോഗ്യവും ഉണ്ടാക്കുക എന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രാധാന്യം നേടുക എന്നതായിരിക്കാം അവരുടെ ഉദ്ദേശം. എന്നാൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ നോമ്പിലൂടെ ലക്ഷ്യമാക്കേണ്ടത് എന്താണ്? അതിന് ചില ലക്ഷ്യങ്ങൾ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് നോമ്പ്, തഖ്വയുള്ളവരായേക്കാം. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും അയാൾക്ക് നല്ല തഖ്വയാണ്, നല്ല തഖ്വയുള്ള മനുഷ്യനാണ് അയാൾ എന്ന് പറയാറുണ്ട്. എന്നാൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫതുഹുൽ ബാരിൽ കിതാബുൽ ഈമാൻ, സഹീഹ് ബുഖാരിയിലെ കിതാബുൽ ഈമാനിൻ്റെ ആമുഖത്തിൽ തന്നെ എന്താണ് തഖ്വ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അൽ മുറാദു ബി തഖ്വ വിഖായത്തു നഫ്സി അനി ശിർക്ക് വൽ അമാലി സയ്യ. ഇതാണ് തഖ്വ. ഒരു മനുഷ്യൻ തൻ്റെ നഫ്സിനെ ശിർക്കിൽ നിന്നും മ്ലേച്ഛകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുകയും വൽ മുവാലബത്തു അലൽ അമാലി സ്വാലിഹ, നല്ല സൽക്കർമ്മങ്ങളിൽ അയാൾ തൻ്റെ നഫ്സിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക, എന്നാൽ സ്ഥിരമായിക്കൊണ്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2-3 കാര്യങ്ങൾ തഖ്വയിൽ ഉണ്ടാകണം. ഒരു 2-3 കാര്യങ്ങൾ ഉൾക്കൊണ്ടെങ്കിലേ ഒരു മനുഷ്യന് തഖ്വയുണ്ടാകും. ഒന്ന്, ശിർക്കിൽ നിന്ന് അയാൾ രക്ഷപ്പെടണം. അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമ്പിൻ്റെ അഭിസംബോധന ആരംഭിക്കുന്നത് തന്നെ. ഈമാൻ ഉണ്ടെങ്കിൽ നോമ്പ് നോറ്റിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവർക്ക് നോമ്പ് നിർബന്ധമില്ലെന്ന് മാത്രമല്ല, അവർ നോമ്പ് അനുഷ്ഠിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ വിഖായത്തു നഫ്സി അനി ശിർക്ക്, അപ്പോൾ ശിർക്കുള്ള ഒരാൾ നോമ്പ് നോറ്റതുകൊണ്ട് കാര്യം ഇല്ല. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും നേർച്ച വഴിപാട് അർപ്പിക്കുകയും അവർക്ക് വേണ്ടി ബലിയെറുക്കുകയും, ഇപ്പോൾ റമദാനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റമദാൻ 15-ന് ബദരീങ്ങൾ ആണ്ടിന് നേർച്ച എന്ന് പറഞ്ഞിട്ട് ബലിയെറുക്കുന്ന ആളുകൾ, അവരുടെ നോമ്പ് കൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത്. അതാണ് വിഖായത്തു നഫ്സി അനി ശിർക്ക് വൽ അമാലി സയ്യ, മ്ലേച്ഛകരമായ പ്രവർത്തനത്തിൽ നിന്നും അയാൾ മാറി നിൽക്കണം. അതോടൊപ്പം തന്നെ വൽ മുവാലബത്തു അലൽ അമാലി സ്വാലിഹ, സൽക്കർമ്മത്തിൽ അയാൾ മുവാലബത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നിരതമാവണം അയാൾ. ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ് തഖ്വയുണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഒരാൾ 5 നേരം നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും അയാൾ പെർഫെക്റ്റാണ്. പക്ഷേ അയാളുടെ കച്ചവടമോ അല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സോ മറ്റു കാര്യങ്ങളുമൊക്കെ പലിശയുമായിക്കൊണ്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ് വിഖായത്തു നഫ്സി അനി ശിർക്കും വൽ അമാലിസ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അയാൾ സാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷേ അമാലു സയ്യിഹയിൽ നിന്ന് അയാൾ മാറി നിൽക്കുന്നില്ല എങ്കിൽ അയാൾക്ക് തഖ്വയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരിയുടെ കിതാബുൽ ഈമാൻ തന്നെ കാണാം, ലാ യബ്ലുഗുൽ അബ്ദു ഹഖീഖത്ത തഖ്വ ഹത്താ യദഅ മാ ഹാക ഫി സ്വദ്രി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യന് തഖ്വ എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യം വരെ അയാൾ ഉപേക്ഷിക്കണം, എന്നാലും ഒരാൾക്ക് തഖ്വ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അയാൾക്കതിങ്ങനെ അത് ശരിയാണോ അല്ലേ എന്നൊരു എക്കാചക്ക നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും, അതാണ് ചൊറിച്ചിൽ. അങ്ങനെ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യം വരെ അയാൾ ഉപേക്ഷിച്ചാൽ മാത്രമേ തഖ്വയുടെ യാഥാർത്ഥ്യത്തിലേക്കാൾ എത്താൻ കഴിയുള്ളൂ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാൻ, തമാമു തഖ്വ, ഒരാൾ തഖ്വ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അൻ തത്തഖില്ല ഹത്താ തത്റുക മാ തറാ അന്നഹു ഹലാലുൻ ഖശിയത അൻ യകൂന ഹറാം. അയാൾക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യം ഹലാലായൊരു കാര്യമാണ്,
പക്ഷേ ഈ ഹലാലായ കാര്യം ഹറാമാകുമോ എന്ന് പേടിച്ചിട്ട് അയാൾ ആ കാര്യം ഒഴിവാക്കുന്നു. അപ്പോഴാണ് ഒരാൾ തഖ്വയുടെ പൂർത്തീകരണത്തിലെത്തുക. തമാമു തഖ്വ യാഥാർത്ഥ്യമായി ഇത് പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് ഹലാലായ ഒരു കാര്യം തന്നെ അത് ഹറാമായി പോകുമോ എന്ന് ഭയന്നിട്ട് അയാൾ ഒഴിവാക്കുന്നൊരു ഘട്ടം വരണം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാലും അതിനെ പിടിച്ച് ന്യായീകരണങ്ങൾ ഉണ്ടാക്കി ഒരാളോട് ചോദിച്ച് അയാൾക്ക് ഇന്ന് അനുകൂലം കിട്ടിയില്ല, മറ്റൊരാളോട് ചോദിച്ച് അനുകൂലമായി പത്തുവ കിട്ടുവോളും ചോദ്യം തന്നെ. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. പക്ഷേ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതല്ല. ഒരാൾക്ക് തഖ്വ പൂർത്തിയാകണമെങ്കിൽ അയാൾക്ക് ഹലാലായ കാര്യം അത് ഹറാമായി പോകുമോ എന്ന ഭയം കൊണ്ട് അയാൾ ഒഴിവാക്കുന്ന അവസ്ഥയുണ്ടാകണം. ഈ ഒരു പരിശീലനമാണ് റമദാനിലൂടെ നാനും നിങ്ങളും നേടിയെടുക്കുന്നത്. നമുക്കറിയാം, നോമ്പ് നോറ്റൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു റൂമിൽ അയാൾ ഇരിക്കുകയാണെങ്കിൽ, ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ, അയാളുടെ മുമ്പിൽ ഒരു കുപ്പിയിൽ വെള്ളമുണ്ട്. വേണമെങ്കിൽ വെള്ളം അയാൾക്ക് കുടിക്കാം, ആരും കാണുന്നില്ല, അള്ളാഹു മാത്രം കാണുന്നുള്ളൂ. അപ്പം തനിക്ക് അനുവദിക്കപ്പെടാത്തൊരു കാര്യം തൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അയാൾ അതിൽ നിന്ന് മാറി നിൽക്കും. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അതാണ് നോമ്പിലൂടെ നമ്മൾ പരിശീലിക്കുന്നത്. അതാണ് ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അനുവദിക്കപ്പെട്ടൊരു കാര്യം തന്നെയാണ്, പക്ഷെ അതിൽ ഹറാമായി പോകുമെന്ന് ഭയന്നിട്ടോ അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയൊരു കാര്യമാണ് എങ്കിലും അത് നമ്മൾ ഒഴിവാക്കുകയും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നമ്മളത് ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യന് തഖ്വയുണ്ടാവുക. അങ്ങനെ തഖ്വയുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, അയ്യുന്നാസി അക്രം യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അക്രമായ ഏറ്റവും മാന്യനായ ആൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ഖാഹും, അവരിൽ ഏറ്റവും തഖ്വയുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യൻ. അത് വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്ഖയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്ഖ എന്ന് പറഞ്ഞാൽ അഫ്അല വസനാണ് എന്ന് പറഞ്ഞ് ഏറ്റവും തഖ്വയുള്ള ആളുകൾ. അപ്പോൾ തഖ്വ കൂടുന്നതിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ പദവി കൂടുക. അപ്പോൾ സ്വർഗത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ തഖ്വയുണ്ടാവുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഈ നോമ്പ് കഴിയുന്നതോടുകൂടി ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതും അതാണ്. അല്ലെങ്കിൽ റമദാൻ വന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതും അതാണ്. നമ്മുടെ റമദാൻ ശഅബാൻ മാസത്തിലുള്ള തഖ്വയേക്കാൾ, അഥവാ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കലും നന്മയിൽ നിരതമാകലും നമുക്ക് വർദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതോ റമദാൻ അല്ലാത്ത കാലഘട്ടത്തിൽ നമുക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്, ഇതിലൊരു രാവിലെ ഉച്ചക്കുള്ള ബ്രേക്ക് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന വ്യത്യാസമല്ല നമുക്കുണ്ടാകേണ്ടത്. തഖ്വ നമുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ, വർധനവുണ്ടായിട്ടുണ്ടോ? ഞാനും നിങ്ങളും നമ്മുടെ ഗ്രാഫുകൾ പരിശോധിക്കണം. അതാണ് റമദാൻ കൊണ്ട് ഒന്നാമതായി നമ്മൾ റമദാൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ട ഒന്നാമത്തെ ചിന്ത അതാണ്. രണ്ടാമതായി, എന്തിനാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വ മാലിഹി വ ജാരിഹി. ഒരു മനുഷ്യൻ്റെ ഫിത്ന, ഒരു മനുഷ്യൻ്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് അയാളുടെ സമ്പത്തിലാണ്, അയാളുടെ കുടുംബത്തിലാണ്, അയാളുടെ അയൽവാസിയിലാണ്. ഈ മൂന്ന് കാര്യം കൊണ്ടാണ് ഒരു മനുഷ്യൻ അള്ളാഹു പരീക്ഷിക്കുക. കുടുംബത്തിൽ പരീക്ഷണങ്ങളുണ്ടാവും, നാനാവിധത്തിലുള്ള പരീക്ഷണങ്ങൾ കുടുംബത്തിലുണ്ടാവും. സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും, പരീക്ഷിക്കും, കൊടുക്കാതെ പരീക്ഷിക്കും. വജാരിഹി, അവൻ്റെ അയൽവാസിയിൽ പരീക്ഷിക്കും. അയൽവാസിയെ നന്നാക്കി പരീക്ഷിക്കും, മോശമാക്കി പരീക്ഷിക്കും. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഈ മൂന്ന് കാര്യത്തിലും അയാളുടെ ജീവിതത്തിൽ വരുന്ന പോരായ്മകൾ തുകഫിറുഹ, അതിനെ പരിഹരിക്കുന്നതാണ് അസ്വലാത്തു വസ്സുയാമു വസ്സദഖ, നമസ്കാരവും നോമ്പും സ്വതക്കകളും. അപ്പം നോമ്പ് ഒരു വിധത്തിൽ പറഞ്ഞാൽ കഫാറത്താണ്, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തിന്മകൾക്കുള്ള കഫാറത്താണ് നോമ്പ്. അപ്പം നോമ്പ് കഴിയുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തിന്മകൾ കഫാറത്തായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. റമദാൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അതിനാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ പലപ്പോഴായി കേട്ടതായിരിക്കും. അവിടുന്ന് മസ്ജിദ് നബവിയുടെ മിമ്പറിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ 3 പ്രാവശ്യം അവിടുന്ന് ആമീൻ പറഞ്ഞല്ലോ. അതിൽ സഹാബത്ത്
പതിവിന് വിപരീതമായ പ്രവാചകൻ്റെ ഈ പ്രവർത്തനം കണ്ടപ്പോൾ ചോദിച്ചല്ലോ. അതിൽ ഒരു പ്രാവശ്യം ആമീൻ പറഞ്ഞതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് റമദാൻ വന്നു കഴിഞ്ഞു, ആ റമദാൻ വന്നിട്ടും ഫലം യുഗ്ഫർ ലഹു, അയാളുടെ പാപങ്ങൾ അയാൾക്ക് പൊറുക്കപ്പെടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യൻ റഖീമ അൻഫറജുലിൻ, അയാൾ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. ഞാൻ അതിന് ആമീൻ പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് പ്രാർത്ഥിച്ചത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ ആദരിക്കപ്പെടുന്ന റൂഹുൽ അമീനായ മലക്കാണ് പ്രാർത്ഥിച്ചത്. അഷ്റഫുൽ ഖൽക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ റമദാൻ കഴിഞ്ഞു പോയിട്ട് അയാളുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ പടച്ച റബ്ബിനോട് ഏറ്റുപറഞ്ഞ് അത് പടച്ച റബ്ബേ എനിക്ക് പുറത്തു കൊണ്ടാ എന്ന് അയാൾക്ക് പറയാൻ സമയവും അവസരവും സാഹചര്യവും കിട്ടിയിട്ടും അയാളത് പറയാതെ വെറുതെ അങ്ങോട്ട് നോമ്പ് നോറ്റ് റമദാൻ കഴിച്ചു എന്നതാണെങ്കിൽ അയാൾ നശിച്ചു പോകട്ടെ എന്നതാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന. അപ്പോൾ റമദാൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തേണ്ട ഒരു ഹദീസാണിത്. കാരണം നമുക്ക് റമദാനിൽ ഗൾഫാർ റമദാൻ അങ്ങനെ എനിക്ക് പരിചയമല്ല എങ്കിലും നാട്ടിൽ നമ്മുടെ റമദാൻ എന്താ സാധാരണ, സുബഹിസ്കരിച്ച് അത്താഴം കഴിച്ച് നല്ലോണം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, സുബഹിസ്കരിച്ചൊരു ഉറക്കം, എന്നിട്ടൊരു 9-10 മണി വരെ പല ആളുകൾക്കും ഉറക്കമാണ്. ഒരു 10 മണിക്ക് നീച്ച് പേപ്പറൊക്കെ ഒന്ന് നോക്കി മനോരമയും മാതൃമയൊക്കെ വായിച്ച് കുളിച്ച് പള്ളിയിൽ പോയി അവിടെ കിടന്ന് വീണ്ടും ഉറങ്ങി. പിന്നെ അസ്രസ്കാലത്ത് നീച്ച് പിന്നെ അങ്ങാടിക്കൊക്കെ പോയി ഒന്ന് ബത്തക്കയോ അല്ലെ സമൂസയൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. ഇതാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ള ആളുകളുടെ റമദാൻ. ഇതിൽ അവർക്ക് സുന്നത്ത് ഖുർആൻ ഓതാനോ സുന്നത്ത് നമസ്കാരങ്ങളോ ദിക്ർ ദുആ കാര്യങ്ങൾക്കൊന്നുമില്ല. പിന്നെ പള്ള നിറച്ച് വന്ന് തറാവീഹിന് ഒരു കാലും നിന്ന് മറ്റേ കാലം മാറ്റി മാറ്റി നിന്ന് ഇതാണ് പിന്നെ അവിടെ പോയി കിടന്നുറങ്ങുക. അപ്പോൾ ഇതിനിടക്ക് തൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പടച്ച റബ്ബിനോട് ഏറ്റുപറയാൻ അവന് കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ റമദാൻ മോശമാണെന്ന് മാത്രമല്ല അവൻ്റെ റമദാൻ കൊണ്ട് അവന് നാശമാണ് ഉണ്ടാവുക എന്നതാണ് പ്രവാചകൻ്റെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഒരു മനഃപൂർവമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തണം. കാരണം നമ്മുടെയൊക്കെ ഈ അത്താഴവും അതുപോലെ തന്നെ മറ്റുള്ള നിസ്കാരം അതൊക്കെ യാന്ത്രികമായി നടന്നു പോകും. അതിന് നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ആ സമയത്ത് അത്താഴാകുമ്പോൾ നീക്കും, അതതിൻ്റെ ടൈമായി ഇങ്ങനെ അതൊരു ആ റെയിലിൽ ഇങ്ങനെ ട്രാക്കിൽ ഇങ്ങനെ പോയിക്കോളും. അതിൽ പ്രത്യേക ഒരു ശ്രദ്ധ നമുക്ക് വേണ്ടതില്ല. പക്ഷെ നമുക്ക് പ്രത്യേകം ശ്രദ്ധ വേണ്ടത് നമ്മുടെ ഇസ്തിഗ്ഫാറിൻ്റെ വിഷയത്തിലാണ്. അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവെ നീ പൊറുക്കണം, നീയല്ലാതെ പൊറുക്കുന്നവർ ഒമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, തെറ്റുകൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത് എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പടച്ച റബ്ബിനോട് കാരുണ്യത്തെ ചോദിച്ച് ഈ റമദാൻ കഴിയുമ്പോഴേക്കും പരിശുദ്ധമായ മനസ്സോടുകൂടി ഈമാനായി പൂർണ്ണമായി തഖ്വയോടുകൂടി ഈ റമദാനിൽ നിന്ന് പുറത്തു ചാടാൻ നമുക്ക് കഴിയണം. എങ്കിലേ നമ്മുടെ റമദാൻ കൊണ്ട് കാര്യമുണ്ടാവുക. അപ്പോൾ റമദാൻ നമ്മുടെ തൊട്ട് മുമ്പിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനത്തിൽ ഒരു തീരുമാനം ഇതാണ്: ഒരു ദിവസത്തിൽ ഒരു 5-10 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും ഓരോ നമസ്കാരത്തിന് ശേഷം 1-2 മിനിറ്റെങ്കിലും ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് എൻ്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാൻ ഞാൻ സമയം കണ്ടെത്തും. അതെത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും ശരി, നമ്മൾ സ്വയം തീരുമാനം എടുത്തേ മതിയാകും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ യാന്ത്രികമായി നടന്നു പോകും. അതിനിടയിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പടച്ച റബ്ബിനോട് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ നമ്മുടെ റമദാൻ കൊണ്ട് നമുക്ക് ഫലം ചെയ്യുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി മാത്രമല്ല സഹോദരന്മാരെ, ഈ റമദാൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകതകൾ പറഞ്ഞല്ലോ. ഈ റമദാൻ്റെ പ്രത്യേകത അള്ളാഹു പ്രകൃതിയിൽ തന്നെ നമുക്കതിന് അനുകൂലമാക്കി സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അഥവാ നോമ്പ് നോറ്റ് ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും തഖ്വ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് 11 മാസങ്ങളിൽ വരുത്താത്ത ചില സംവിധാനം അള്ളാഹു റമദാനിൽ പ്രകൃതിയിൽ തന്നെ വരുത്താം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ കാരുണ്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ റമദാനു, റമദാൻ വന്നു കഴിഞ്ഞാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് ഫീഹാ ബാബുൻ, അതിൽ ഒരു വാതിൽ പോലും അടച്ചു വെക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ വഗുല്ലിഖത് അബ്വാബുൻ നീറാൻ, നരകത്തിൻ്റെ വാതിലുകൾ അള്ളാഹു അടച്ചു വെക്കും, അതിൽ ഒരു വാതിൽ പോലും അള്ളാഹു തുറന്നു വെക്കുകയില്ല.
ഇത് 11 മാസങ്ങളിൽ ഇല്ലാത്ത ഒരു മാറ്റമാണ്. റമദാനിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രകൃതിയിൽ വരുന്നൊരു മാറ്റമാണ്. തീർന്നില്ല. എന്നിട്ട് വീണ്ടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, വസുദ്ദിഫത്ത് ഷിയാത്തീൻ വമറദത്തുൽ ജിന്നി, പിശാചുക്കളിൽപ്പെട്ട മർദത്തുകളെ അഥവാ വലിയ വലിയ പോക്കിരികളായ വലിയ വലിയ നേതാക്കന്മാരെ അള്ളാഹു പിടിച്ച് ചങ്ങലക്കിടും. ഇതിനെ 2 രീതിയിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇവിടെ പിശാചുക്കളെ ബന്ധിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ശക്തിയെ അള്ളാഹു സുബ്ഹാനഹു വതആല കുറക്കും. മറ്റു 11 മാസങ്ങൾ മനുഷ്യന്മാരെ പിഴപ്പിക്കാനും മനുഷ്യന്മാരെ വസ്വാസാക്കാനും ദലാലത്തിലാക്കാനും പിശാചിനുള്ള ശക്തി റമദാൻ മാസത്തിൽ അള്ളാഹു കുറച്ച് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ആ മറ്റു 11 മാസങ്ങൾ ഉള്ള പവർ കാണിക്കാൻ പിശാചിന് അള്ളാഹു സാഹചര്യം കൊടുക്കുകയില്ല. ഇത് മനുഷ്യന്മാർക്ക് അനുകൂലമായി അള്ളാഹു റമദാനിൽ വെക്കുന്നൊരു പ്രവർത്തനമാണ്. രണ്ടാമത്തെ രീതിയിൽ ഇപ്പോൾ ഇത്തിഹാഫുൽ കിറാമിൽ കാണാം, ഒമറദത്തുൽ ജിൻ എന്ന പദം എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാ പിശാചുക്കളെയും അള്ളാഹു ബന്ധിക്കുന്നില്ല. നേരെ മറിച്ച് പിശാചുക്കളിൽപ്പെട്ട പോക്കിരികളായ അവരുടെ നേതാക്കന്മാരെ പിടിച്ച് അള്ളാഹു ചങ്ങലക്കിടും. കുട്ടി ശൈത്താന്മാരായി ചോട്ട ആളുകളുടെ ശക്തി അള്ളാഹു കുറക്കുകയും ചെയ്യും. ഏതായിരുന്നാലും പിശാചുക്കൾക്ക് ഒരു നിയന്ത്രണം വരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ പിശാചുക്കളെ പിടിച്ചു പോലും അള്ളാഹു നിയന്ത്രിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? വേണമെങ്കിൽ ആളുകളെ പരീക്ഷിക്കുവാൻ വേണ്ടി, കൂടുതൽ പരീക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണമെങ്കിൽ പിശാചുക്കളെ കൂടുതൽ പവർ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കാം. റമദാനിൽ എത്രമാത്രം തക്കവുണ്ട് പരീക്ഷിക്കും. പക്ഷെ അള്ളാഹു അതല്ലേ ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വതആല പിശാചുക്കളുടെ ശക്തി കുറക്കുകയാണ് റമദാനിൽ ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടി? എന്നെങ്കിലും മനുഷ്യന്മാർ തഖ്വ ഉണ്ടാക്കി സ്വർഗത്തിലേക്ക്, നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോവട്ടെ എന്ന ഒരു ആഗ്രഹം കൊണ്ട്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനൻ നാർ ഫീ കുല്ലി ലൈല വദാലിക ഫീ കുല്ലി ലൈല. അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് ഒരു സംഘം ആളുകളെ എന്നും എല്ലാ രാത്രിയിലും മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റമദാനിൻ്റെ മാത്രം പ്രത്യേകതയാണ്, മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത. അപ്പോൾ ഞാൻ പറഞ്ഞത്, റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല 11 മാസങ്ങളിൽ വരുത്താത്ത പ്രകൃതിയിൽ തന്നെ ചില മാറ്റങ്ങൾ റമദാനിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഇത് മറ്റു മാസങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകതയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് മോചിതരായി സ്വർഗത്തിലേക്ക് പോകണമെന്ന ആളുകളെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന അള്ളാഹുവിൻ്റെ ആഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റമദാൻ കൊണ്ട് നരകമോചനം നേടുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരന്മാരെ, റമദാനിൽ അല്ലെങ്കിൽ നോമ്പ് കൊണ്ട് നമ്മൾ നരകത്തിൽ നിന്ന് വിദൂരമാവുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അബദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം നോമ്പ് നോറ്റാൽ, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗം വജ്ഹു അനിൻ നാരി 70 ഖരീഫ, ആ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഖ്ലാസോടു കൂടിയാണ് നോമ്പെങ്കിൽ 70 വർഷത്തെ വഴിദൂരം അള്ളാഹു നരകത്തിൽ നിന്ന് അവൻ്റെ മുഖത്തെ ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു അകറ്റുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മറ്റു ഇബാദത്തുകൾക്കില്ലാത്ത നോമ്പിനുള്ള പ്രത്യേകതയാണ്. ഒരൊറ്റ നോമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോറ്റാൽ തന്നെ 70 വർഷം അയാൾ നരകത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു ചോദിച്ചാൽ, നോമ്പ് എന്ന ഇബാദത്തിൻ്റെ പ്രത്യേകത അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. അഥവാ അള്ളാഹു അവനിലേക്ക് ചേർത്തി പറഞ്ഞ ഒരു ഇബാദത്താണ് നോമ്പ്. അള്ളാഹു അവനിലേക്ക് അസ്സൗമു ലീ വ അന അജ്സി ബിഹി എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ആ നോമ്പ് എൻ്റെതാണ്, അല്ലെങ്കിൽ എനിക്കുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ അമലുകളും അള്ളാഹുവിനല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു ഒരു കാര്യം അള്ളാഹുലേക്ക് ചേർത്തി പറയുമ്പോൾ അതിന് ചില മഹത്വമുണ്ട്. ഇപ്പം നാഖത്തുള്ള എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഒട്ടകം. എന്തുകൊണ്ടാണ് ആ ഒട്ടകത്തെ മാത്രം നാഖത്തുള്ള എന്ന് പറയുന്നത്? ബാക്കിയുള്ള എല്ലാ ഒട്ടകവും അള്ളാഹുവിൻ്റെ ഒട്ടകം തന്നെയാണ്. ആ ഒട്ടകത്തിന് ചില മഹത്വമുണ്ട്. അതുപോലെ തന്നെ ബൈത്തുള്ള, അള്ളാഹുവിൻ്റെ വീടുകൾ. എല്ലാ വീടുകളും അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ കുതിർത്ത് കൊണ്ടും അല്ലെങ്കിൽ അവൻ്റെ സഹായം കൊണ്ടും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ പള്ളികൾ ബൈത്തുള്ള, അള്ളാഹുവിൻ്റെ വീടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കിതാബുള്ള, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. ഇതേപോലെ മുഹറം മാസത്തെ സംബന്ധിച്ച് പറഞ്ഞു ഷഹറുള്ള, അള്ളാഹുവിൻ്റെ മാസം.
ഇതേപോലെ ഇബാദത്തുകളിൽപ്പെട്ട നോമ്പുകൾ, പിന്നെ ഇബാദത്തുകൾപ്പെട്ട നോമ്പിനെ അത് അസ്സൗമുലി എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് അള്ളാഹു ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അത് നോമ്പിൻ്റെ മഹത്വമാണ്. മാത്രമല്ല ഈ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, കുല്ലു അമലി ഇബ്നി ആദം ലഹു ഇല്ല സൗം ഫഇന്നഹു ലീ വ അന അജ്സി ബി എന്നൊരു പ്രവാചകൻ പറയാൻ, എല്ലാ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും 10 മുതൽ 700 വരെയാണ് പ്രതിഫലം കിട്ടുക. മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ. എന്നിട്ട് അത് യുദഅഫു ഇലാ 700, 10 മുതൽ 700 വരെ അള്ളാഹു അതിന് പ്രതിഫലം ഏറ്റിക്കൊടുക്കും. ഒരു നമസ്കാരമാണെങ്കിൽ അത് ഏറ്റവും ചുരുങ്ങിയത് 10, പിന്നെ അയാളുടെ തഖ്വയും ഖുശൂഉം അതിൻ്റെ സമയവും അതുപോലെ തന്നെ അതിൻ്റെ സുന്നത്തുകളും കാര്യങ്ങളുമൊക്കെ പരിഗണിച്ച് 700 വരെ പ്രതിഫലം കൊടുക്കും. എന്നാൽ നോമ്പിന് അങ്ങനെയല്ല. 700 എന്നോ അല്ലെങ്കിൽ അത്രയും ലിമിറ്റ് അള്ളാഹു വെച്ചിട്ടില്ല. എത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കാം. അതാണ് അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്. മറ്റു ഇബാദത്തുകളെപ്പോലെ പരിമിതി അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടില്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മാത്രവുമല്ല സഹോദരന്മാരെ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ റമദാൻ വന്നു കഴിയുമ്പോൾ നോമ്പിലൂടെ നമ്മൾ കിട്ടേണ്ട മറ്റൊരു കാര്യമാണ് അസ്വിയാമു ജുന്നത്തുൻ. നോമ്പെന്ന് പറഞ്ഞാൽ പരിചയമാണ്. ആ പരിചയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു യുദ്ധത്തിൽ ശത്രുവിൻ്റെ വെട്ടുകളും കുത്തുകളും മർദ്ദനങ്ങളുമൊക്കെ തടുക്കാൻ വേണ്ടി അവൻ മുൻകൂട്ടി കൊണ്ടുപോയി തയ്യാറാക്കി നിർത്തുന്നതാണ് പരിചയം എന്ന് പറഞ്ഞാൽ. അപ്പം നോമ്പ് നമുക്കൊരു പരിചയമാണെന്ന് പറഞ്ഞാൽ നോമ്പിലൂടെ നമ്മൾക്കെതിരെ വരുന്ന പിശാചിൻ്റെ അക്രമങ്ങളെ തടുക്കാൻ നമുക്ക് ഈ നോമ്പ് കൊണ്ട് കഴിയണം. ഇപ്പോൾ റമദാൻ മാസം വന്നു കഴിഞ്ഞാലും പല ആളുകൾക്കും, ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ, ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ നോക്കിയാൽ കാണല്ലോ, റമദാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാകാറില്ല. അതുവരെ തട്ടടാത്ത പെണ്ണ് റമദാനും തട്ടടാതെ നടക്കും. അതുപോലെ തന്നെ അങ്ങാടിയിൽ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ അങ്ങാടി കൂടെ തെണ്ടി നടത്തിയ പെണ്ണുങ്ങളാണെങ്കിൽ അവർ റമദാനിലുമായാൽ കുറച്ച് കൂടുന്നല്ലാതെ കുറയുന്ന ഏർപ്പാടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് തടുക്കാനുള്ള അവൻ്റെ പരിചയമാണ്. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഫൈദാ കാന യൗമു സിയാമി അഹദിക്കും, നിങ്ങൾ ആരെങ്കിലും ഒരു നോമ്പിൻ്റെ ദിവസമാണെങ്കിൽ ഫലാ യർഫുസ് വലാ യഫ്സുഖ്, അവൻ പിന്നെ റഫത്തുകൾ പാടില്ല, തോന്നിവാസങ്ങൾ ചെയ്യാൻ പാടില്ല. റഫത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനാവശ്യകരമായിട്ടുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ ലൈംഗിക ചുവയുള്ള സംസാരങ്ങളുമൊക്കെ അതൊന്നും റമദാനിൽ പാടില്ല. വലാ യഫ്സുഖ്, അതുപോലെ തന്നെ ഫിസ്ഖ്, തമ്മാടിത്തരങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ജഹാലത്തുകൾ പറയാൻ പാടില്ല. ഫഇൻ സാബഹു അഹദുൻ, ആരെങ്കിലും അവനെ ചീത്ത പറഞ്ഞാൽ പോലും, ഔ ഖാതലഹു, ഇനി അതല്ല അവനോട് ശണ്ട കൂടാൻ വന്നു, കായികമായി കൊടുത്ത് അവനെ എതിരിടാൻ വന്നാൽ പോലും അവൻ പറയണം ഇന്നി സ്വായിം, ഞാൻ നോമ്പുകാരനാണ്. അപ്പോഴാണ് അങ്ങനെയാണ് നോമ്പ് പരിചയമാവുക. ആ പരിചയമാവുന്ന രീതിയാണ് റസൂൽ വിശദീകരിച്ചത്. ഒരാൾ ഇങ്ങോട്ട് ആക്രമിച്ചാലും ഇന്നി അന സ്വായിം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രതിരോധിക്കുകയാണ്. അപ്പോഴത്തേക്ക് വാറെടുത്ത് വെട്ടുകയല്ല ചെയ്യുന്നു, പരിചയകൊണ്ട് അവനെ പ്രതിരോധിക്കുന്നു. ഇതാണ്, അതല്ലാതെ പ്രതിരോധിച്ചു എന്നതല്ലാതെ അപ്പുറത്തേക്ക് അവനെ വെട്ടുന്നു എന്നല്ല പ്രവാചകൻ പറഞ്ഞു. നമ്മൾ ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറയാൻ റെഡിയായി നിൽക്കണം. പക്ഷേ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാകാൻ പാടില്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞില്ല, എത്രയെത്ര നോമ്പുകാരാണ്, എത്രയെത്ര രാത്രി നമസ്കാരമാണ്, അവരുടെ നോമ്പ് കൊണ്ട് അവർക്ക് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ നാവിനെ അവർ നിയന്ത്രിച്ചിട്ടില്ല. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ മോഡൽ ഒരു മനഃപൂർവ്വമായ ഇടപെടൽ നമുക്കുണ്ടാകണം. കാരണം നമുക്കറിയാം മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ 3 മിനിറ്റ് സംസാരം സാധാ നല്ല നിലക്ക് പോകും, സിറാത്ത് മുസ്തഖീമിലൂടെ പോകും. 4ാമത്തെ മിനിറ്റിൽ തെറ്റും. ഇത് നമ്മുടെ ഒക്കെ ഒരു സ്വഭാവമാണ്. കാരണം എന്താ വെച്ചാൽ 3 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ 4ാമത്തെ മിനിറ്റിൽ ഒരു മനുഷ്യൻ്റെങ്കിലും ഈബത്തോ നമീമത്തോ പറയാതെ നമുക്ക് പിന്നെ ഒരു എന്താ പറയുക, മനസ്സിന് റാഹത്ത്, ഒരു സമാധാനം കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനഃപൂർവ്വമായ ഇടപെടൽ നമ്മുടെ നാവിന് നമ്മൾ കൊടുത്തേ മതിയാകും. ഇത് എത്ര മുജാഹിദായാലും സലഫിയായിട്ടും കാര്യമില്ല. റമദാൻ മാസമായി കഴിഞ്ഞാൽ ഗീബത്തും നമീമത്തും നമ്മുടെ നാവിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം വേറൊന്നും നമുക്ക് പണി, കാരണം ഇബ്ലീസിൻ്റെ പണി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഏകദേശം യഥേഷ്ട നടന്നു. അതാ ഞാൻ പറഞ്ഞു, 5 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരാളോട് സംസാരിച്ചാൽ മതി. ഒരു 3 മിനിറ്റ് നമ്മൾ വിഷയം പറയും, 4ാമത്തെ മിനിറ്റിൽ നമ്മൾ ട്രാക്ക് തെറ്റും. അത് നമ്മൾ പിന്നെ
എന്താ പറയുക, ഒരു സ്വയം നിയന്ത്രണം അല്ലെങ്കിൽ മനഃപൂർവ്വമായ ഒരു നിയന്ത്രണം സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഖുൽ ഖൈർ ഔ ലിയസ്മുത്, നല്ലത് പറഞ്ഞോ അല്ലെങ്കിൽ മിണ്ടാതിരുന്നോ. മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമാണ്. ആരോടാണിത്? നമ്മുടെ നിർദ്ദേശമാണ്. നല്ലത് മാത്രം പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇത് ഏറ്റവും പരിശീലിക്കാൻ പറ്റിയ മാസമാണ് വിശുദ്ധ റമദാൻ മാസം. അനാവശ്യകരമായ കാര്യങ്ങൾ, ഗീബത്ത്, നമീമത്തുകൾ. ഗീബത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചല്ലോ, നബി ഞങ്ങൾ പറയുന്ന കാര്യം അയാളിൽ ഉള്ളതാണെങ്കിലോ? റസൂൽ പറഞ്ഞു അതാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് അയാളിൽ ഇല്ലാത്ത കാര്യമാണെങ്കിൽ അയാളുടെ പേരിൽ നിങ്ങൾ കളവ് പറയുകയാണ്. അപ്പോൾ അയാളുടെ പേരിലുള്ള കളവാണത്. അതേതായാലും പറഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ്. അയാളിൽ ഉള്ള കാര്യങ്ങൾ, അയാൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുക. ഇത് യഥാർത്ഥത്തിൽ നോമ്പിൽ യഥേഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മുതൽ ഒരു നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഞാനും നിങ്ങളും നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നാവിൻ്റെ വിഷയത്തിൽ. നാവിന് നോമ്പില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് സഹോദരന്മാരെ ഒരു ഫലവും നമുക്കുണ്ടാവുകയില്ല. നേരെ മറിച്ച് തഖ്വ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ മ്ലേച്ഛകരമായ പ്രവർത്തനത്തിൽ മാറി നിൽക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാവ്. ഈ നാവിന് നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ നോമ്പിനെ ഗുരുതരമായിക്കൊണ്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കം ഇല്ല. നമ്മൾ നാവ് കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്നു അത് മാറ്റി നിർത്തി ആളുകളുടെ ഇറച്ചി ഭക്ഷിക്കുന്നു നമ്മൾ തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് കൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ് പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നോമ്പുകാരൻ്റെ പ്രത്യേകത റസൂലുള്ള പഠിപ്പിച്ച അതേ നോമ്പുകാരാവണം. വസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും പരലോകത്ത് വരുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടി ശുപാർശ പറയും. നോമ്പ് പറയും. യഖൂലു സിയാം, നോമ്പ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് പറയും. അപ്പോൾ നോമ്പ് പറയുമ്പോൾ നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മാനവിയായ അല്ലെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു എന്താ പറയുക, ഒരു പ്രത്യേകമായൊരു കാര്യമാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അർളിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവന്ന് അതിന് ചില രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ള പറയുന്നു, നോമ്പ് അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയും, അയ്യ റബ്ബി, എൻ്റെ റബ്ബേ, മനഅതുഹു ത്വആം വശഹവാത്ത്, ഞാൻ ആണ് അവന് അവൻ്റെ ഭക്ഷണങ്ങളും അവൻ്റെ ഷഹവാത്തുകളും അവൻ്റെ ഇച്ഛകളുമെല്ലാം റമദാൻ്റെ പകലിൽ ഞാനാണ് തടഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫശഫഇനി ഫീഹി, എൻ്റെ ശുപാർശ നീ ആ ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നീ സ്വീകരിക്കണമേ എന്ന് നോമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ശുപാർശ പറയുന്ന നോമ്പ് ആയിത്തീരുന്നുണ്ടോ നമ്മുടെ നോമ്പ്? അത് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകമായ ചിന്തയും ഒരു പ്രത്യേകമായി ഇടപെടലും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നെങ്കിൽ മാത്രമേ സഹോദരന്മാരെ നമുക്കതിന് സാധിക്കുള്ളൂ. കഴിഞ്ഞ റമദാനിൽ നമുക്ക് വന്നിട്ടുള്ള പോരായ്മകൾ ഈ റമദാനിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മൾ ചെയ്യാതെ പോയിട്ടുള്ള ഇബാദത്തുകൾ ഈ റമദാനിൽ നമ്മൾ നിർബന്ധമായും അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയ നമ്മൾ അനുഷ്ഠിച്ചേ മതിയാകും. ഇല്ലെങ്കിൽ നമുക്കൊരു തഖ്വയിൽ ഒരു പുരോഗതി നമുക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല, നോമ്പ് നോറ്റ് കഴിഞ്ഞ ആളുകളെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രത്യേകമായി കൊണ്ട് ആദരിക്കുമെന്ന വിഷയം നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ നോമ്പുകാരന് ഏറ്റവും അവൻ്റെ അസുലഭമായി ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഇജാബത്ത് കൊടുക്കും എന്നുള്ളത്. അഥവാ നോമ്പുകാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, 3 ആളുകളുടെ പ്രാർത്ഥന ലാ തുറദ്ദു, ഒരിക്കലും തള്ളപ്പെടുകയില്ല. അതിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ സ്വായിമു ഹത്താ യുഫ്തിർ, ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരേക്കുമുള്ള സമയത്ത് ആ സമയത്തുള്ള പ്രാർത്ഥന അതൊരിക്കലും അള്ളാഹുവിൻ്റെ അടുക്കൽ തള്ളപ്പെടുകയില്ല. രണ്ടാമതായി മുസാഫിർ, മൂന്നാമതായി കൊണ്ട് മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ. അപ്പോൾ നോമ്പുകാരൻ യാത്രക്കാരൻ കൂടിയാണെങ്കിലോ അപ്പോൾ നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞ മോഡൽ അയാൾക്ക് കുറച്ചുകൂടി അള്ളാഹുവിൻ്റെ ഇജാബത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവസരം അയാളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പകലുകളും രാത്രികളും പ്രാർത്ഥന നിർഭരമായിരിക്കണം. ദിക്റുകളും ദുആകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണവുമായിരിക്കണം റമദാനിൻ്റെ പകലുകളിൽ അധികവും നമുക്കുണ്ടാകേണ്ടത്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഓരോ ദിക്റിൻ്റെയും മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിൽ അള്ളാഹു നമ്മോട് കാണിച്ചിരിക്കുന്ന ഔദാര്യത്തിൻ്റെ ആഴം നമുക്ക്
പിന്നെ അത് ആശ്ചര്യം അല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് അൽഹംദുലില്ലാ എന്ന ഒരൊറ്റ ദിക്ർ എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് പടച്ചറബേ നീയാണ് ഈ നിഅമത്തുകളും ഒക്കെ ചെയ്തു തന്നിട്ടുള്ളത്, അൽഹംദുലില്ലാ. വെറുതെ അൽഹംദുലില്ലാ പറയില്ല. ആ അൽഹംദുലില്ലയുടെ മഹത്വവും അതേപോലെ തന്നെ അൽഹംദുലില്ലയുടെ ഗാംഭീര്യവും ഒക്കെ മനസ്സിലാക്കിയ ഒരു അൽഹംദുലില്ലാഹി മീസാൻ. അയാളുടെ മീസാൻ നിറക്കാൻ മാത്രം അതിന് ശക്തിയുണ്ട്, പവറുണ്ട്. അയാളുടെ തുലാസ് നിറക്കാൻ മാത്രം ശക്തിയുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുഞ്ഞ് തൻ്റെ ജീവിതത്തിൽ അള്ളാഹു തനിക്ക് തന്ന ഒരു അരുമസന്താനത്തെ അള്ളാഹു തിരിച്ചെടുക്കുമ്പോൾ ആ പിതാവ് ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാ എന്നായാൽ അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അഥവാ ഒരു കുഞ്ഞിനെ അള്ളാഹു നമുക്ക് തന്നു, ആ കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ ഖലാ കൊണ്ട് അവൻ തിരിച്ചെടുക്കുമ്പോൾ ഏതൊരു പിതാവിനും അവൻ്റെ കൺകുഞ്ഞ് അല്ലെങ്കിൽ അവൻ്റെ പൊൻകുഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് കൺമണിയാണ്. ആ കൺമണിയെ അള്ളാഹു തിരിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ അവൻ ആദ്യമായി അവൻ്റെ വായിൽ നിന്ന് വന്നത് അൽഹംദുലില്ലാ എന്നാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് സ്വർഗത്തിലൊരു വീടുണ്ട്. ആ വീടിന് അള്ളാഹു കൊടുത്ത പേര് ബൈത്തുൽ ഹംദ് എന്നാണ്. അൽഹംദുലില്ലാ പറഞ്ഞതിന് അവന് കിട്ടുന്ന വീട്. നിങ്ങൾ നോക്കൂ, അൽഹംദുലില്ലക്കുള്ളൊരു മഹത്വമാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ദിക്റുകളും ദുആകളും റമദാനിൻ്റെ പകലുകളിൽ സഹോദരന്മാരെ നമ്മുടെ നാവിൽ നമ്മൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നിൻ്റെ നാവ് ദിക്ർ കൊണ്ട് പച്ച പിടിച്ചതാവട്ടെ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ രീതിയിലായിരിക്കണം റമദാനിൻ്റെ പകലുകൾ നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത്. പ്രത്യേകിച്ചും പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തണം. അതിൽ ഏറ്റവും നല്ല സമയമാണ് അത്താഴത്തിൻ്റെ സമയം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴത്തിൻ്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും. വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്ന് വേറെ സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ അവർ അത്താഴത്തിൻ്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും. ഏതായിരുന്നാലും അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ എണീക്കുന്നുണ്ട്. ലോകത്തെ എല്ലാ മുസ്ലിമുകളും എഴുന്നേൽക്കുന്ന സമയമാണ്. ആ അത്താഴത്തിൻ്റെ സമയം എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പേരെടുത്ത് പറഞ്ഞ് അനുഗ്രഹിച്ച സമയമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യൻസിലു റബ്ബുന തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന, എന്നിട്ട് അവൻ ഇരു കരങ്ങളും നീട്ടി അടിമകളോട് ആരാണ് എന്നോട് പശ്ചാത്തപിക്കുന്നവനുള്ളവൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ എന്തും അള്ളാഹു തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ സുബയാൻ കൊടുക്കാൻ കുറച്ചുകൂടി സമയമുണ്ട്, ഒന്നുകൂടി കിടക്കുക എന്ന് വിചാരിക്കാതെ വുളു എടുത്ത് അല്ലെങ്കിൽ ഖുർആൻ ഓതുകയോ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയോ ചെയ്യണം. പ്രാർത്ഥിക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൈ ഉയർത്തുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഈ ഫർദ് നിസ്കാരത്തിന് ശേഷം കൈ ഉയർത്തും, പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ട് അവരുടെ ഒരു സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പല ആളുകളും കൈ ഉയർത്താറില്ല. അങ്ങനെയല്ല. ഇമാം നവവി അദ്ദേഹത്തിൻ്റെ ശറഹ് മുഹദ്ദബിൽ പറഞ്ഞിട്ട് 30ഓളം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രാർത്ഥനയുടെ അദബിൽപ്പെട്ടതാണ് കൈ ഉയർത്തുക എന്ന വിഷയത്തിൽ 30ഓളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് കൈ നീട്ടി ചോദിക്കുമ്പോൾ അതിന് പ്രത്യേകമൊരു തവാളുഉം പ്രത്യേകമൊരു അദബുണ്ട്. നിങ്ങൾ നോക്കുക, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ മാത്രമല്ല, ഒരു മനുഷ്യനോട് നമ്മളൊരു 50 ഉറുപ്പ്യ തരുമോ എന്ന് ചോദിക്കണം, ഒരു 50 ഉറുപ്പ്യ ഇങ്ങോട്ട് കൊണ്ടാ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊരു തവാളുആണ്, ഒരു വിനയമുണ്ട് അതിൽ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ കൈ ഉയർത്തിയാൽ അത് ഒന്നും കൊടുക്കാതെ അള്ളാഹു വിട്ടേച്ച് കളയുക എന്ന് പറഞ്ഞതിന് അള്ളാഹു ലജ്ജിക്കുന്നു. ഇന്നല്ലാഹ യസ്തഹി യർദുഹുമ സിഫറ. ഒന്നും കൊടുക്കാതെ, സിഫർ എന്ന് പറഞ്ഞാൽ 0 ഒന്നും കൊടുക്കാതെ അവൻ്റെ കൈകൾ അള്ളാഹു മടക്കുക എന്നുള്ളതിൽ അള്ളാഹ്ക്ക് ലജ്ജുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരു ഔദാര്യവാനായ ഒരാളാണെങ്കിൽ, എല്ലാം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരാൾ കൈ നീട്ടിയിട്ട് നമ്മളൊന്നും കൊടുക്കാതിരുന്നാൽ ഒരു മാനസികമായ പ്രയാസം നമുക്കുണ്ടാകും. എന്നാൽ അത്രയും മാത്രം അൽ ജവാദുൽ അലീം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ കാരുണ്യവും ഔദാര്യത്തിൻ്റെയും ഉടമയായ അള്ളാഹുലേക്ക് ഒരു മനുഷ്യൻ 2 കരങ്ങളും നീട്ടി പടച്ചറബിനോട് ഇറന്നിട്ട് അയാൾക്കൊന്നും അള്ളാഹു കൊടുക്കുന്നില്ലെങ്കിൽ അത് അള്ളാഹുവിന് ലജ്ജയുള്ള കാര്യം. അപ്പോൾ ഈ ഇസ്തിഗ്ഫാറിൻ്റെ സമയം, അത്താഴത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ അള്ളാഹുലേക്ക് കരമുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ഏറ്റവും ഇജാബത്ത് കിട്ടുന്ന സമയമാണ് അത്താഴത്തിൻ്റെ സമയം. അതേപോലെ തന്നെ ഏതൊരു സൽക്കർമ്മവും നമ്മൾ റമദാനിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഒരു സ്വതക്ക കൊടുക്കുകയാണ്, ആ സ്വതക്ക കൊടുത്ത് ഉടനെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക.
അതുപോലെ നമസ്കാരം കഴിഞ്ഞു, നമസ്കാരത്തിന് ശേഷം ഏതൊരു സൽക്കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പിന്നിൽ വരുന്ന ദുആ. അപ്പോൾ നിങ്ങൾ നോക്കൂ, മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം ഉണ്ടാക്കിയതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇബ്രാഹിം നബിയും ഇസ്മായിലും കൂടി കഅബാലയം ഉണ്ടാക്കിയതിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അവസാനം എന്താ ഉള്ളത്? വതുബ് അലൈനാ, ഞങ്ങൾക്ക് പുറത്തുണ്ടാ, ഞങ്ങൾക്ക് തോപ കൊണ്ടാ എന്നാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ്? അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു പ്രവർത്തനം ഒരു മനുഷ്യൻ ചെയ്തതിന് ശേഷം അയാൾ ചെയ്യുന്ന തോബ, അതിന് മഹത്വമുണ്ട്. ഇപ്പോൾ പണ്ട് ശേഖരൂർ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിരുന്നു, ഈ നിസ്കരിച്ചതിന് ശേഷം എന്താ അസ്തഗ്ഫിറുല്ലാ പറയണം. ഒരു തെറ്റ് ചെയ്താലല്ല അസ്തഗ്ഫിറുല്ലാ പറയേണ്ടത്. തെറ്റ് ചെയ്താൽ മാത്രമല്ല അസ്തഗ്ഫിറുല്ലാ, തെറ്റ് ചെയ്താൽ അസ്തഗ്ഫിറുല്ലാ പറയണം. തെറ്റ് ചെയ്യുന്ന നിസ്കാരം ഒരു തെറ്റാണ്, നിസ്കരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി അസ്തഗ്ഫിറുല്ലാ പറയണം തന്നെ. അസ്തഗ്ഫിറുല്ലാ മൂപ്പർക്ക് ഇസ്ലാമിനെ പറ്റി ഒന്നും തിരിഞ്ഞിട്ടില്ല. അപ്പം നമസ്കാരം അള്ളാഹു ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. ആ ഇബാദത്ത് രണ്ട് രീതിയിലുണ്ടാകാം. ആ ഇബാദത്ത് ചെയ്തതിൽ വല്ല പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാ നീ പുറത്തുണ്ട് പഠിച്ചോനെ. അതല്ല, ഇബാദത്ത് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഈ ഇബാദത്ത് നീ സ്വീകരിച്ച് അതിൻ്റെ മഹത്വം കൊണ്ട് എനിക്ക് നീ പുറത്തു കൊണ്ടാ. അപ്പോൾ ഒരു അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക. അത് അതുകൊണ്ട് റമദാനിൽ നമ്മൾ സ്വതക്കകളോ അല്ലെങ്കിൽ ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ട തൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലമുണ്ടാകും, അത് സ്വീകരിക്കപ്പെടും എന്നുള്ള പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരന്മാരെ, റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു, റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെടാനുള്ള കാരണം തന്നെ ഫമൻ ഷഹിദ മിൻകും ശഹറ ഫല്യസും, ഈ വിശുദ്ധ ഖുർആൻ്റെ അവതരണമാണ്. ഈ ഖുർആൻ റമദാൻ മാസത്തിൽ നമ്മൾ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ടേ മതിയാകൂ. പലപ്പോഴും റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ, പണ്ടൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്, റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ ആ ഖുർആനൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പിന്നെ എല്ലാവരും ഖുർആനിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ റമദാനിൽ കുറച്ച് ആളുകൾക്കൊക്കെ ഭക്തിയും ഇതൊക്കെ കൂടും. അത് വെറും നോമ്പ് വെച്ചിട്ട് മാത്രമല്ല, ഖുർആനോട് നമ്മൾ അടുക്കും തോറും നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ. അത് ഒരു പരീക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമുള്ള കാര്യമായിരിക്കും. ഒരു 10 ദിവസം അള്ളാഹുവിൻ്റെ ഖുർആനുമായി നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ 10 ദിവസത്തെ നമ്മൾ നിസ്കാരമൊക്കെ ഒരു കഥയിക്കാരം. നിസ്കരിക്കാൻ നിന്നാൽ പല ചിന്തകളും അതുപോലെ തന്നെ ഒരു ഖുശൂഉം ഭക്തിയൊന്നും നമുക്ക് കിട്ടില്ല. നേരെ മറിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നിസ്കാരത്തിന് ശേഷം ഒരു 2 പേജ് ഖുർആൻ ഓതുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ആ നമസ്കാരത്തിൽ ലഭിക്കുന്ന ഖുശൂഉം അതുപോലെ തന്നെ ഭക്തിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുന്നത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അല്ലെങ്കിൽ നമ്മുടെ സലഫുകളിൽപ്പെട്ട ആളുകൾ റമദാനിൽ ഓരോ 3 രാത്രികളിലും ഖത്തം തീർത്തിരുന്നു. 7, 15 ഇതൊക്കെ നമ്മുടെ സലഫുകളായ ആളുകൾ ചെയ്തിരുന്ന പണിയാണ്. അവർ പോയ സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു 30 ദിവസം കൂടുമ്പോഴെങ്കിലും സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ നമ്മൾ ഒരു മനഃപൂർവ്വമായ തീരുമാനം നമ്മൾ എടുക്കണം. ഇല്ലെങ്കിൽ വെറുതെ നോമ്പ് ഒറ്റ പകലുണ്ടായി ഉറങ്ങി തീർത്തുകൊണ്ട് ഫലമില്ല. റമദാനുമായി വിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധം ഉണ്ടായേ മതിയാകും. അതിന് വലിയ പണിയൊന്നുമില്ല. ഒരു 5 പേജ് ഒരു നിസ്കാരത്തിന് ശേഷം ഓതിയാൽ മതി. ഒരു 5 പേജ് ഓതിയാൽ 5 × 5 25 പേജായി. 25 പേജൊക്കെ ഒരു ജുസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സുബഹി നിസ്കരിച്ച് 5 പേജ് ഓതെന്ന് പറഞ്ഞ് ഒരു 5-10 മിനിറ്റ് അതിനാവശ്യമുള്ളൂ. സുബഹി നമസ്കാര ശേഷം ഒരു 10 മിനിറ്റ് ഏറി വന്നാൽ ചിലവഴിച്ചാൽ, അല്ലെങ്കിൽ ളുഹർ നിസ്കാരത്തിന് ശേഷം ഒരു 10 മിനിറ്റ് ചിലവഴിച്ചാൽ റമദാൻ കഴിയുമ്പോഴേക്കും അതിന് പ്രത്യേക സമയം എടുത്ത് നമ്മൾ ഓതണമെന്നില്ല. ഇത് പറഞ്ഞ് നിസ്കാരത്തിന് ശേഷമുള്ള കുറച്ച് സമയം ഓതിയാൽ തന്നെ വളരെ ഈസിയായി നമുക്ക് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാൻ കഴിയും. അതുമില്ലാതെ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് ഒരു ബന്ധവും ഇല്ലാതെ നമ്മൾ റമദാനിൽ കഴിച്ചു കൂട്ടാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതുന്ന ആളുകളെ മഹത്വപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, അല്ലദീന ആതീനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി. നാം വേദഗ്രന്ഥം കൊടുത്ത ചില ആളുകളുണ്ട്, അവർ ആ വേദഗ്രന്ഥത്തെ നല്ല രീതിയിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. യത്ലൂനഹു ഹഖ്ഖ തിലാവതി, അവർ ഓതുന്ന രീതിയിൽ അവൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഖുർആനിൻ്റെ തിലാവത്തിന് പ്രാധാന്യമുണ്ട്, ഓത്തിന് പ്രാധാന്യമുണ്ട്. അള്ളാഹു വീണ്ടും പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബുകൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ,
വഅഖാമു സ്വലാത്ത നിസ്കാരം അതുപോലെ കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ രഹസ്യമായും പരസ്യമായും നാം കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, യർജൂന തിജാറത്തൻ ലൻ തബൂർ ഒരിക്കലും നശിച്ചു പോകാത്ത കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഖുർആൻ ഓതുന്നതിന് തന്നെ മഹത്വമുണ്ട്. അർത്ഥമറിയാതെയാണെങ്കിൽ പോലും ഓതാം. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലിഫ് ലാം മീം എന്ന് ഓതിയാൽ ലാ അഖൂലു ലക്കും അലിഫുൻ ഹർഫുൻ, അലിഫുൽ ഹർഫാണ് ഞാൻ പറയുന്നില്ല, ലാം വേറെ ഹർഫാണ്. അതുപോലെ തന്നെ മീം അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30 പ്രതിഫലം അയാൾക്കുണ്ട്. എന്താ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല, അതിൻ്റെ ആശയം നമുക്കറിയില്ല. അപ്പോൾ അർത്ഥവും ആശയവും ഒന്നും നമുക്കറിയില്ലെങ്കിലും ശരി, അള്ളാഹിൻ്റെ ഖുർആനാണോ അത് ഓതിയാൽ നമുക്ക് പുണ്യം കിട്ടും. അത് ഖുർആൻ്റെ മാത്രം പ്രത്യേകതയാണ്. വേറെ ലോകത്ത് അസഹുൽ കിതാബി ബഅദ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിന് ശേഷം ഏറ്റവും സഹിയായ കിതാബെന്ന് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും പറഞ്ഞ സഹീൽ ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ ഓതിയാൽ കൂലി കിട്ടൂല. നേരെ മറിച്ച് അതനുസരിച്ച് അമൽ ചെയ്താലേ കൂലി കിട്ടുള്ളൂ. ഇത് അള്ളാഹിൻ്റെ കിതാബിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അത് പാരായണം ചെയ്താൽ തന്നെ പ്രതിഫലം നേടാൻ കഴിയുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമുൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, വിശുദ്ധ ഖുർആൻ പരലോകത്ത് അതിൻ്റെ അനുയായികൾക്ക്, ഖുർആനിൻ്റെ ആളുകൾക്ക് അത് ഷഫീ ആയിക്കൊണ്ടുവരും. നിങ്ങൾ നോക്കൂ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സിഫത്താണ്, അള്ളാഹിൻ്റെ കലാമാണ്. ആ ഖുർആൻ തന്നെ നമുക്ക് ഷഫീ ആയിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് തന്നെ നമുക്ക് ഷഫീ ആയി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്നില്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ നമുക്ക് റമദാനിൽ ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് വിമുഖത കാണിക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം ഓതി തീർക്കാൻ കഴിയുന്ന ആളുകൾ അത് നല്ലതാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ കഴിയുന്ന ആളുകളാണെങ്കിൽ അതിനേക്കാൾ നല്ലതാണ്. ഏതായിരുന്നാലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതി തീർക്കുമെന്നുള്ളത് അതൊരു നിർബന്ധമായ ഇബാദത്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. എന്നിരുന്നാലും റമദാനിലല്ലാത്ത സമയത്ത് സഹോദരന്മാരെ പലപ്പോഴും നമുക്കതിന് കഴിഞ്ഞെന്ന് വരില്ല. ഒരു വിശ്വാസിയായൊരു മനുഷ്യൻ നിങ്ങൾ ഖുർആൻ മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പലപ്പോഴും 98% ആളുകളും മുസ്ലിമീങ്ങൾ ഖുർആൻ മുഴുവൻ വായിക്കാത്തവരാണ്. ഞാൻ വലിയ ഖുർആൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഖുർആൻ്റെ അനുയായി, റസൂലുള്ളാഹിൻ്റെ അനുയായി എന്നൊക്കെ പറയുന്നല്ലാതെ, ഖുർആൻ്റെ മുഅ്ജിസത്തുകൾ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നല്ലാതെ, അർത്ഥസഹിതം ആശയം മനസ്സിലാക്കി നീ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിലെ 98% ആളുകളും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു ആരോപണമല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ മനഃപൂർവ്വമായി അതിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആനുമായി ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായ റമദാൻ ഒരു ഷഫീ ആകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉണ്ടാവുകയില്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത. ആ ഖുർആൻ, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ വിശുദ്ധ ഖുർആനെ നാം ഇറക്കിയതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ പേടിച്ച് ഖുശൂഅോടുകൂടി ആ പർവ്വതം പൊട്ടിത്തകരുന്ന നിനക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു പർവ്വതത്തിന് പോലും താങ്ങാൻ കഴിയാത്ത അത്രയും ഗാംഭീര്യവും മഹത്വവും ഉൾക്കനവുമുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് അള്ളാഹു ഖുർആനിലൂടെ തന്നെ പരിചയപ്പെടുത്തുന്നത്. ആ ഖുർആൻ നമുക്ക് നമ്മുടെ പാരായണം ചെയ്യുന്നതിലൂടെ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഈ ഹരം കൂടിയ ചില ആളുകളുണ്ടാവും, മുജാഹിദ എന്നൊക്കെ പറയും. പക്ഷേ ഫുട്ബോൾ അതൊരു ലഹരിയായ ചില ആളുകളുണ്ടാകും. ആ ലഹരി നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളുടെ സ്വഭാവം വിശദീകരിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ലഗ്വിൽ നിന്ന് അഥവാ വിനോദങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അനാവശ്യകരമായ കാര്യങ്ങളിൽ നിന്നും ഈമാനുള്ള മുഅ്മിനുകളായ ആളുകൾ അവർ മാറി നിൽക്കുന്ന. ഇബാദുർ റഹ്മാൻ്റെ സ്വഭാവം വിശദീകരിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞു, വൈദാ മറു ബിൽ ലഗ്വി മറു കിറാമ. ഒരു അനാവശ്യകരമായ കാര്യത്തിനടുക്കിലൂടെ അവർ നടന്നു പോവുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ടായിരിക്കും അവർ നടന്നു പോവുക. അപ്പോൾ എന്ത് കപ്പായിരുന്നാലും അവിടെ നടന്നോട്ടെ, നമ്മളതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നല്ല പറഞ്ഞത്. പലപ്പോഴും നമ്മുടെയൊക്കെ ആളുകളുടെ ഇപ്പോൾ നാട്ടിലൊക്കെ പോയി നോക്കിയാൽ കാണാം, റോഡ് മുഴുവൻ ഫ്ലക്സുകൾ കൊണ്ട് കോടിക്കണക്കിന് പൈസ അതിൽ ചെലവഴിച്ച്
ഒരു സ്വന്തം രാജ്യം പോയിട്ട് അയൽ രാജ്യം പോയിട്ട് നമ്മുടെ ഏഷ്യ രാജ്യത്തിൽപ്പെട്ട ആളുകൾ പോലും അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ രാവും പകലും അലറമുറ ഇരട്ട് ഉറക്കൊഴിച്ച് അതൊക്കെ ദീനിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ആളുകളെ ക്ഷണിച്ചാൽ കിട്ടില്ല. അപ്പോൾ ദുനിയാവിൽ അവർ വഞ്ചിതരാണ്. അള്ളാഹ് ദുനിയാവിനെ പറ്റി പറഞ്ഞെന്താ പറയുക, ഖുൽ മതാഉ ദുനിയ ഖലീൽ വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖ. ദുനിയാവിൻ്റെ നബി നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, ദുനിയാവിൻ്റെ വിഭവം എന്ന് പറഞ്ഞാൽ അത് ഖലീലാണ്, വളരെ തുച്ഛമാണ്. മാത്രമല്ല ആഖിറത്തിൻ്റെ മതആണ് തഖ്വയുള്ള ആളുകൾക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത്. സൂറത്ത് ആലി ഇമ്രാനിൻ്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി കൊണ്ട് രാത്രി പാരായണം ചെയ്യുന്ന 10 ആയത്തുകൾ. ആ 10 ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറഞ്ഞത് ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ സുമ്മ മഅവാഹും ഇലാ ജഹന്നം വബിഇസൽ മസീർ. നബിയെ, കാഫറുകളായ ആളുകൾ ദുനിയാവിൽ തഖല്ലുബ് എന്ന് പറഞ്ഞങ്ങനെ കലങ്ങി മറിഞ്ഞിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കൂലം കുത്തി ജീവിക്കുക. അത് കണ്ടിട്ട് നബിയെ നിങ്ങൾ വഞ്ചിതരാവരുത്. കാരണം അവരുടെ ഈ കുലം മറിച്ചിലും ഈ ആഹ്ലാദ പ്രകടനങ്ങളുമൊക്കെ മതാഉൻ ഖലീൽ, വളരെ തുച്ഛമായ വിഭവം മാത്രമല്ല, ഏത് സമയം അത് അവസാനിക്കും. സുമ്മ മഅവാഹും ഇലാ ജഹന്നം, പിന്നെ അവർക്ക് പോകാനുള്ള നരകത്തിലേക്കാണ്. അത് എത്ര മോശമായ സങ്കേതമാണ്. നല്ലാഖിനില്ലദീന തഖൂ റബ്ബഹും, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്കാണ് സ്വർഗമുള്ളത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വിനോദ വർത്തമാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. അതേപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾക്ക് ഇല്ലാത്തൊരു തിന്മയാണെങ്കിലും എങ്കിലും സൂചിപ്പിക്കുന്നത് മാത്രം, പല ആളുകൾക്കും പല മുജാഹിദ് പ്രവർത്തകന്മാരാണെങ്കിലും ഈ ബീഡി സിഗരറ്റ് മറ്റുള്ള തിന്മകളൊക്കെ പല ആളുകളും ഇനിയും ഒഴിവാക്കാൻ ഉണ്ടാകും. ഇവിടെയുള്ള ആളുകളുണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പല ആളുകളും അത് പറയാറുള്ളത് അത് മൗലവി അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നാണ് പല ആളുകളുടെയും പരാതി. നിങ്ങൾ നോക്കൂ, ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഒഴിവാക്കിയ ഒരു മനുഷ്യന് ഇത്ര പോകുന്ന ബീഡിക്കുറ്റി ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതൊരു മുജാഹിദ് പറയാൻ പാടില്ലാത്ത വർത്താനാണ്. പലപ്പോഴും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, മുജാഹിദ് പള്ളികളിൽ റമളാൻ മാസത്തിൽ നോമ്പ് തുറന്ന് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് 2 ദിനേശ് ബീഡി തീർക്കുന്ന ആൾ ഞാൻ നേരിട്ട് എൻ്റെ മാലിൽ, എൻ്റെ കുടുംബക്കാരൻ തന്നെയാണ്, പ്രായമുള്ള ആളെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് എന്താ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല അവർക്ക്. പിന്നെന്തിനാ അവർ മുജാഹിദ്? ഞാൻ പറഞ്ഞു, ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ ഇന്ന ശിർക്ക് ലദുൽ മുൻ അളീം, ഏറ്റവും വലിയ അപരാധമാണ് ശിർക്ക്. അത് ഒഴിവാക്കി നമുക്ക് ഇത്ര പോകുന്നൊരു ബീഡിക്കുറ്റി ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ മനസ്സാക്ഷിക്ക് യോജിക്കുന്നില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ നമ്മൾ അതിനൊരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് റമദാൻ മാസം. പല ആളുകളും ഈ ബീഡി വിലക്ക് നിർത്തൽ റമദാൻ മാസത്തിലാണ്. അപ്പോൾ അതിനും കൂടിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ല എന്നാണ് എൻ്റെ 100% വിശ്വാസം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ അവൻ എല്ലാത്തിനോടും ജിഹാദ് ചെയ്യുന്നവനായിരിക്കണം. അതെനിക്ക് കഴിയില്ല എന്നൊരിക്കലും പറയാൻ പാടില്ല. അവൻ ശീലങ്ങളുടെ അടിമയാകരുത്, ശീലങ്ങൾ അവൻ്റെ അടിമയാകണം. അവൻ ആ മുജാഹിദാകാം. ശീലങ്ങളുടെ അടിമ അതെനിക്ക് ശീലമായിപ്പോയി, എനിക്ക് മാറ്റാൻ കഴിയില്ല എന്ന് ഒരു മുജാഹിദ് പറയാൻ പാടില്ല. മുജാഹിദിൻ്റെ വാക്ക് അവൻ ശീലങ്ങളുടെ അടിമയാകാതെ ശീലങ്ങൾ അവൻ്റെ അടിമയായി മാറണം. അപ്പോഴേ ഒരാൾ മുജാഹിദായി മാറുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ദാനധർമ്മങ്ങൾ വ്യാപകമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധൃതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ വേഗത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനധർമ്മങ്ങൾ നടത്തിയിരുന്നു. ലാ യുസ്അലു ശൈഅൻ ഇല്ലാ അഅതാഹു, പ്രവാചകനോട് എന്ത് ചോദിച്ചാലും റമദാനിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയാണ്, അതുപോലെ തന്നെ ലോകത്തിൻ്റെ നേതാവാണ്, ഒരുപാട് രാജ്യത്തിൻ്റെ അധിപനാരി എന്നൊക്കെ ആണെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ 3 ദിവസം തുടർച്ചയായിക്കൊണ്ട് അടുപ്പിൽ നിന്ന് പുക പൊന്തിയിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സത്യമാണ്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരിക്കൽ ഒരു സ്ത്രീ തൻ്റെ 2 പെൺകുട്ടികളുമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അവർ ഭക്ഷണം അന്വേഷിച്ചു കൊണ്ടുവന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ റസൂലുള്ളാഹി ഉണ്ടായിരുന്നില്ല, ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ പരിധി ഒരൊറ്റ ഈത്തപ്പഴം മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിൻ്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഈത്തപ്പഴം മാത്രം.
ആ ഈത്തപ്പഴം എടുത്ത് ആയിഷ റളിയല്ലാഹു മറച്ചു വെച്ച് ഇത് കൊടുത്താൽ എനിക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കാതിരുന്നിട്ടില്ല. ആയിഷ റളിയല്ലാഹു ആ ഈത്തപ്പഴം കൊടുത്തു. ആ ഈത്തപ്പഴം 2 കുട്ടികൾക്കും പകുതിയായി ഭാഗിച്ചു കൊടുത്ത് ആ സ്ത്രീ ഇറങ്ങിപ്പോരുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറിച്ചിരുന്നത്. എന്നിട്ട് പ്രവാചകൻ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ റസൂലുള്ളാഹിക്ക് ഒന്നും കൊടുക്കാനില്ല, അതാണ് ഒരു നല്ല വാക്ക് ഒരു സ്വതക്കയേക്കാൾ ഖൈറാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. റസൂലുള്ളാഹി കുട്ടിക്ക് ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ 2 പെൺകുട്ടികളെ കൊണ്ട് ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ കുന്ന ലഹു ബില്ലഹാ സിത്റൻ മിനന്നാർ, ആ മനുഷ്യൻ അല്ലെങ്കിൽ അവർക്ക് അത് ഈ 2 പെൺകുട്ടികൾ നരകത്തിൽ നിന്ന് മറയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ആലോചിച്ചു, അവർക്കൊരു കാരക്കും കിട്ടി, സന്തോഷ വാർത്തയും കിട്ടി. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. അങ്ങനെയുള്ള പ്രവാചകൻ റമദാൻ മാസത്തിൽ അജ്വദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഔദാര്യവാനായിരുന്നു എന്ന് പ്രവാചകൻ്റെ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. റമദാനുമായി കൊണ്ട് സക്കാത്തിന് ബന്ധമില്ലെങ്കിലും ആളുകൾ പൊതുവെ സക്കാത്തൊക്കെ കൂട്ടി കണക്കാക്കുന്നത് റമദാൻ മാസത്തിലാണ്. അതും കൃത്യമായി അതിൻ്റെ തോതനുസരിച്ച് നമ്മൾ ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നൊരു കാര്യമാണ്, എല്ലാ വിഷയത്തിലും ആളുകൾക്കിടയിൽ തർക്കം ഉണ്ടാവും. പക്ഷേ സക്കാത്തിൻ്റെ വിഷയത്തിൽ ഒരു തർക്കം നമ്മുടെ നാട്ടിൽ കേൾക്കാറില്ല. പല വിവാദങ്ങളും അടിമുടി വിഷയത്തിൽ, ഒരു ലൈഫായ ഹദീസിൻ്റെ വിഷയത്തിൽ വരെ വിവാദം ഉണ്ടായി. പക്ഷേ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ റുക്കനായ, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ റുക്കനായ സക്കാത്തിൻ്റെ വിഷയത്തിൽ ഒരു വിവാദവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറില്ല. പറഞ്ഞാൽ അത് കൃത്യമായി കൊടുക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്നത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് അതിൻ്റെ കണക്കും തോതുമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. സക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക, അത് കൃത്യമായി തോതനുസരിച്ച് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് ഈ റമദാനിലൂടെ അള്ളാഹുവിൻ്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിന് വേണ്ടി ജീവിക്കുകയും ആ മാർഗത്തിൽ തന്നെ മരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസായിരിൽ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.